അടുത്ത ടോപ്പിക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരും. 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് വളരെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. ആ പ്രോബ്ലംസൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നോക്കുക, ഇൻ്റഗ്രൽ 1 × 2 × dx. ഇതിന് ഞാൻ 1 എന്ന് എഴുതുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്നാണ്. ഇപ്പോൾ ഒരു എക്സ് എന്നെഴുതിയാൽ എക്സ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ. അതായത് ഇവിടെ നോക്കിയോ, എക്സ്. അടുത്തത് സെക്കൻഡ് എന്ന് എഴുതുന്നത് സെക്കൻഡ് ഫംഗ്ഷനാണ്. ഇവിടെ കോസ് എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് എക്സ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. അതായത് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. അതിനെ എങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ഈ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ്. അതായത് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണിത്. അതിന് പറയുന്ന പേരാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഫസ്റ്റ് ഫംഗ്ഷനെ ഇവിടെ എഴുതണം. അതിനൊന്നും ചെയ്യരുത്. ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് തന്നെ എഴുതണം. അപ്പോൾ ഇവിടെ എക്സ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ. എക്സിനെ എക്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ. എക്സ് എന്ന് തന്നെ എഴുതി. അടുത്ത് ചെയ്യേണ്ടത് സെക്കൻഡ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ സെക്കൻഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടുത്തെ സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സ് ആണ്. കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫംഗ്ഷൻ അതേ കണക്ക് എഴുതിയിട്ട് സെക്കൻഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതാണ് ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. അത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി ഒരു മൈനസ് കൊടുക്കണം. ഇവിടെ ഒരു മൈനസ് കൊടുക്കണം. എന്നിട്ടൊരു ഇൻ്റഗ്രൽ സൈൻ ഇടണം. മൈനസ് കൊടുത്തിട്ട് ഒരു ഇൻ്റഗ്രൽ സൈൻ ഇടണം. ആ ഇൻ്റഗ്രൽ സൈനിനകത്ത് വരേണ്ടത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. ഇവിടെ അപ്പോൾ എന്ത് എഴുതും? 1 എന്ന് എഴുതും. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എഴുതി. അപ്പോൾ ഇൻ്റഗ്രൽ സിമ്പലിനകത്ത് വരേണ്ടത് ആദ്യം എഴുതേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇൻറ്റു രണ്ടാമത് എഴുതേണ്ടത് ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. ഈ സെക്കൻഡ് ഫംഗ്ഷൻ ഇവിടുത്തെ കോസ് എക്സ്, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിന് ഓൾറെഡി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സൈൻ എക്സ് എന്ന് കിട്ടും. ആ സൈൻ എക്സ് ഇങ്ങോട്ട് എഴുതണം. അപ്പോൾ ഇതെന്താ വായിക്കേണ്ടത്? ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ രണ്ടാമത് വരേണ്ടത് ഇൻ്റഗ്രൽ സിമ്പലിനകത്ത് വരേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റു ഡി എക്സ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫംഗ്ഷൻ അതേ കണക്ക് എഴുതി. സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ സൈൻ എക്സ് എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതി. പിന്നെ ഒരു മൈനസ് കൊടുത്തിട്ട് ഇൻ്റഗ്രൽ സിമ്പൽ ഇടണം. ഇനി ഇൻ്റഗ്രൽ സിമ്പലിനകത്ത് വരേണ്ട എന്തൊക്കെയാണ്? ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ, അത് 1 ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇൻറ്റു ഇവിടെ എഴുതേണ്ട എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രൽ. സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സ് ആണ്, അതിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എക്സ് എന്ന് കിട്ടും. ഈ മൈനസും പ്ലസ് ആണ്. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഈ റൂള് നിങ്ങൾ ഓർത്തിരിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ്. വളരെ എളുപ്പമാണ് ഇത്. ആ റൂള് നന്നായിട്ട് ഓർത്തിരിക്കുക. അടുത്ത പ്രോബ്ലമാണ് ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പം പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് വരും. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ അതേ കണക്ക് എഴുതണം. എന്നിട്ട് സെക്കൻഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എക്സ്. അപ്പോൾ ഇവിടെ മൈനസ് കോസ് എക്സ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് എന്ന് എഴുതി. പിന്നെ ഒരു മൈനസ് കൊടുക്കണം. എന്നിട്ടൊരു ഇൻ്റഗ്രൽ സിമ്പൽ കൊടുക്കണം. ഇനി ഇൻ്റഗ്രൽ സിമ്പലിൻ്റെ അകത്ത് വരേണ്ടത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ, ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 1. പിന്നെ ചെയ്യേണ്ടത് സെക്കൻഡ് ഫംഗ്ഷൻ, ഈ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ, അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇവിടെ മൈനസും പ്ലസ് ആവും. ഇത് മൈനസ് എക്സ് കോസ് എക്സ്. ഇത് മൈനസ് പ്ലസ് ആയി. ഇനി കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം, സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് സൈൻ എക്സ്.
പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അതൊക്കെ വളരെ എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇവിടെ ലോഗ് എക്സ് വരുന്നുണ്ട്. അപ്പോൾ ലോഗ് എക്സ് വരുന്ന പ്രോബ്ലത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോഗ് എക്സിനെ എപ്പോഴും ഫസ്റ്റ് ഫംഗ്ഷനായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ലോഗ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എഴുതിയിട്ട് വേണം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചെഴുതാം. ലോഗ് എക്സ് ആദ്യവും എക്സ് ക്യൂബ് രണ്ടാമതും. അതിൻ്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്തു. ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ് ആയി, സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് ക്യൂബായി. ഇനി നമ്മുടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യും. ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതണം, ലോഗ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി. ഇനി നിങ്ങൾ എക്സ് ക്യൂബ് സെക്കൻഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സ് ക്യൂബിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് എക്സ് ക്യൂബ് എന്നുള്ളത് എക്സ് റൈസ് ടു 4/4 എന്ന് വരും. എക്സ് റൈസ് ടു 4/4. അപ്പോൾ എക്സ് ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഫസ്റ്റ് ഫംഗ്ഷൻ അതേ കണക്ക് എഴുതി, സെക്കൻഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇനി മൈനസ് കൊടുക്കണം, മൈനസ് ഇൻ്റഗ്രൽ സിമ്പൽ. ഇനി ഇൻ്റഗ്രൽ സിമ്പലിൻ്റെ അകത്ത് വരേണ്ടത് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ് ആണ്. ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ്. ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. 1/x ഇൻറ്റു എക്സ് ക്യൂബിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. രണ്ടാമത്തെ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത് ഓൾറെഡി ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ എക്സ് റൈസ് ടു 4/4 ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 ലോഗ് എക്സ് ബൈ 4 മൈനസ് ഇൻ്റഗ്രൽ ഒരു എക്സ് വെട്ടിപ്പോകും. ഇവിടെ എക്സ് റൈസ് ടു 4 ഉണ്ട്, ഇവിടെ താഴെ എക്സും ഉണ്ട്. അപ്പോൾ ഒരു എക്സ് വെട്ടിപ്പോകും. ഒരു എക്സ് വെട്ടിപ്പോയാൽ പിന്നെ എക്സ് ക്യൂബ് എന്ന് വരും. 1/4 എക്സ് ക്യൂബ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇത് എക്സ് റൈസ് ടു 4 ലോഗ് എക്സ് ബൈ 4 മൈനസ് 1/4 ഇൻറ്റു ഈ എക്സ് ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത് നമുക്കറിയാം എക്സ് റൈസ് ടു 4/4 ആണ്. പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലോഗ് എക്സ് വരുന്ന കേസിൽ ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എഴുതണം. അത്രയേ ഉള്ളൂ. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ ലോഗ് എക്സ് എന്നുള്ള ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ 2 ഫംഗ്ഷൻസ് ഉണ്ടാവണം. പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലോഗ് എക്സ് എന്ന ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് log x into 1 into dx എന്ന് എഴുതാം. log x into 1 എന്ന് പറഞ്ഞാൽ log x ആണ്. അപ്പോൾ log x into 1 into dx എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ log x, സെക്കൻഡ് ഫംഗ്ഷൻ 1. അപ്പം പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ എഴുതണം, log x ഇൻറ്റു അടുത്ത സ്റ്റെപ്പ്. ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് സെക്കൻഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 1 ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 1 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് എന്ന് വെച്ചാൽ 1 ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ 1 dx ഇൻ്റഗ്രൽ dx എക്സ് എന്ന് വരും. അപ്പോൾ log x ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ 1 ആണ്. 1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ log x ഇൻറ്റു എക്സ് എന്ന് വരും. ഇനി ഒരു മൈനസ് കൊടുക്കണം. എന്നിട്ട് ഇൻ്റഗ്രൽ സിമ്പൽ, ആ ഇൻ്റഗ്രൽ സിമ്പലിൻ്റെ അകത്ത് എഴുതേണ്ടത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഫംഗ്ഷൻ log x ആണ്. log xൻ്റെ ഡെറിവേറ്റീവ് ആണ് എഴുതേണ്ടത്. log xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/x ഇൻറ്റു ഇനി എന്ത് ചെയ്യണം, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ. സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, എക്സ് ആണ്. അപ്പോൾ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ എക്സും എക്സും വെട്ടിപ്പോകും. അപ്പോൾ എക്സ് ലോഗ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഡി എക്സ്. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്.